നാളെ രാജ്യം 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ എല്ലാ തെരുവ് വീഥികളിലും പ്രധാന സ്ഥാപനങ്ങളിലും ത്രിവർണ്ണ പതാക കാണാം. തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ഖാദി തുണിയിൽ നിർമ്മിച്ച ISI മുദ്രയുള്ള ദേശീയ പതാകകൾ വാങ്ങുന്നത് MG റോഡിലുള്ള ഖാദി ഗ്രാമോദ്योग ഭവനിൽ നിന്നുമാണ്. സ്വാതന്ത്ര്യദിനമടുത്താൽ ഇവിടെ അംഗീകൃത ISI മുദ്രയുള്ള ദേശീയ പതാക തേടിയെത്തുന്നവരുടെ തിരക്കാണ്. കർണാടകയിലെ സർക്കാർ അംഗീകൃത സ്ഥാപനമായ ഹൂബ്ലിയിലെ ഖാദി ഗ്രാമോദ്योग ഭവനിൽ നിർമ്മിച്ച ISI മുദ്രയുള്ള ദേശീയ പതാകകൾ ഇവിടെ ലഭിക്കും. ഇത്തരം ദേശീയ പതാകകൾ മാത്രമേ സർക്കാർ സ്ഥാപനങ്ങളിൽ ഉയർത്താൻ പാടുള്ളൂ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ദേശീയ പതാകകൾ വിറ്റഴിക്കുന്നതും ഖാദി ഗ്രാമോദ്योग ഭവനിൽ നിന്നാണ്. ഈ ഷോറൂമിലാണ് ശരിക്കും ഫ്ലാഗിൻ്റെ നല്ല സെയിലുള്ളത്. ഡബിൾ ത്രെഡ് തുണിയിൽ നിർമ്മിച്ച് അതിന് വളരെ സ്പെസിഫിക്കായി ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളിലാണ് അത് നിർമ്മിക്കുന്നത്. അത് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞാൽ 2 സ്ഥലങ്ങളിലാണ് ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ളത്. ഒന്ന് കർണാടകത്തിലും ഒന്ന് ഡൽഹിയിലും. അപ്പോൾ ആ ഫ്ലാഗാണ് ISI ഫ്ലാഗ് എന്ന് പറഞ്ഞത്. അതാണ് ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഫ്ലാഗ്. നമ്മുടെ ഖാദി ഖാദി ഗ്രാമോദ്योग ഷോറൂമുകൾ മാത്രമേ ഈ ഫ്ലാഗ് വാങ്ങാൻ കിട്ടത്തുള്ളൂ. 210 രൂപ മുതൽ 3700 രൂപ വരെയുള്ള ദേശീയ പതാകകൾ ഇവിടെ ലഭിക്കും. 330 രൂപ മുതൽ ഖാദിയിൽ നിർമ്മിച്ച പതാകകളും ലഭിക്കും. മന്ത്രിമാരുടെ ഔദ്യോഗിക വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകകൾ, ഗാന്ധി തൊപ്പി, അങ്ങനെ എല്ലാവിധ ഖാദി ഉത്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. രാജ്ഭവൻ, സെക്രട്ടേറിയറ്റ്, റിസർവ് ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളിലും ഖാദി തുണിയിൽ നിർമ്മിച്ച പതാകകളാണ് ഉപയോഗിക്കുന്നത്. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, VSSC, ദൂരദർശൻ, കേരള ഗവൺമെൻറ്റിൻ്റെ ടൂറിസം, മന്ത്രിമാരുടെ മന്ത്രിമന്ദിരങ്ങൾ, ഇത് കാർ ഫ്ലാഗ്, സെക്രട്ടേറിയറ്റ്, VSSC, റെയിൽവേ, ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ ISI ഫ്ലാഗ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. സാധാരണ തുണിയിൽ നിർമ്മിച്ച ദേശീയ പതാകയും ഇവിടെ ലഭിക്കും. പ്രമുഖർ മരണപ്പെടുമ്പോൾ ഉപയോഗിക്കുന്ന പതാകകളും വാങ്ങുന്നത് ഖാദി ഗ്രാമോദ്योग ഭവനിൽ നിന്നാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.